സലാം. ഈ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റ് LDFിൻ്റെ കയ്യിലാണ്. മാരിഫാണ് നിലവിൽ MP. അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു. അദ്ദേഹത്തെ നേരിടാൻ എത്തിയിരിക്കുന്നത് മുൻ MP കൂടിയായിട്ടുള്ള KC വേണുഗോപാലാണ്. പ്രതി ശോഭാ സുരേന്ദ്രനുമുണ്ട്. ആരിഫോ വേണുഗോപാലോ? ആരിഫ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ആ കാര്യത്തിൽ ഇല്ല. വളരെ പ്രതികൂലമായൊരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് കഴിഞ്ഞ തവണയുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. അല്ല, അത് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. BJP പ്രതിനിധിയോട് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നുള്ളത്. വരാം. സലാം തുടരൂ. കഴിഞ്ഞ പ്രതികൂലമായൊരു കാലാവസ്ഥയിലാണ് കഴിഞ്ഞ ഇലക്ഷൻ നടന്നത്. ആ പ്രതികൂല കാലാവസ്ഥയിലും അഭിമാനകരമായി വിജയിച്ച മണ്ഡലമാണ് ആലപ്പുഴ. അത് ആലപ്പുഴയ്ക്കൊരു ചരിത്ര പാരമ്പര്യം അതുപോലെയുണ്ട്. ഇപ്പോൾ മാത്രമല്ല, രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം 3 സീറ്റ് മാത്രം കേരളം ജയിച്ചപ്പോൾ അതിലൊന്ന് ആലപ്പുഴയാണ്. ആലപ്പുഴയുടെ ആ രാഷ്ട്രീയ ഉള്ളടക്കത്തിൻ്റെയും ചരിത്ര പാരമ്പര്യത്തിൻ്റെയും കൂടി ഭാഗമായി തന്നെയാണ് ആ വിജയം നമുക്ക് നേടാൻ കഴിയുന്നത്. ഈ പ്രാവശ്യം ആരിഫ് 5 വർഷക്കാലം നടത്തിയ പെർഫോമൻസ്, അത് പാർലമെൻറ്റ് ഉള്ളിൽ, പാർലമെൻറ്റ് പുറത്ത്, മണ്ഡലത്തിൽ ഒക്കെ നടത്തിയ പ്രവർത്തനങ്ങൾ നിശ്ചയമായും ജനങ്ങൾ പരിഗണിക്കപ്പെടും. എതിരെ മത്സരിക്കാൻ വരുന്ന ആളുകളെയും സ്വാഭാവികമായിട്ട് പരിഗണിക്കപ്പെടും. ഇടയ്ക്ക് അദ്ദേഹം മാറി എന്ന് പിന്നെ വീണ്ടും വന്നു എന്ന കാര്യം ഇവിടെ ശരത്ത് തന്നെ പറഞ്ഞു. അപ്പോൾ ഇരുന്ന കാലത്ത് എന്താണ് ചെയ്തത് എന്ന കാര്യം കൂടി സ്വാഭാവികമായും മനുഷ്യന്മാർ വിലയിരുത്തും. 5 വർഷക്കാലം ആരിഫ് MP ആയിരുന്നപ്പോൾ ചെയ്ത കാര്യം, അതിനു മുമ്പ് ആലപ്പുഴയിലെ തന്നെ മണ്ഡലമായ അരൂരിൽ MLA ആയിരുന്നപ്പോൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ജയിപ്പിച്ചപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് എങ്ങനെ എന്ന് ഈ 2 പേരെയും വിലയിരുത്തപ്പെട്ടാൽ ബിഗ് സീറോയാണ് UDFൻ്റെ സ്ഥാനാർത്ഥിയെന്ന് ഉറച്ച സ്വരത്തോടെ ആർക്കും പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ കൈമുതൽ. പിന്നെ BJP മത്സരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഇപ്പോൾ ശരത്ത് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. കാര്യം കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച വോട്ട് എങ്ങനെയെങ്കിലും അത്രയെങ്കിലും BJPക്ക് ഉള്ള വോട്ട് പെട്ടിയിൽ നിന്ന് പോകാതെ സൂക്ഷിക്കുക എന്ന് മാത്രമേ BJPയെ സംബന്ധിച്ചിടത്ത് നോക്കേണ്ടതുള്ളൂ. അതതിൻ്റെ യാഥാർത്ഥ്യമാണ്. ശ്രീ K. സുരേന്ദ്രൻ, ശ്രീ മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നയാൾ ആറ്റിങ് മത്സരിക്കാൻ നിശ്ചയിച്ച ആളാണ്. അതിനെ കച്ചകെട്ടി ഇറങ്ങിയ ശോഭാ സുരേന്ദ്രനാണ് ഇപ്പോൾ ഇവിടെ വന്ന് മത്സരിക്കാൻ ഇങ്ങോട്ടിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ജില്ലാ പ്രസിഡൻറ്റ് ആലപ്പുഴ BJP ജില്ലാ പ്രസിഡൻറ്റ് ഇതുവരെയും ഈ നിമിഷം വരെയും BJPയുടെ ജില്ലാ പ്രസിഡൻറ്റ് ഒരു സമയത്ത് പോലും ഈ ശോഭാ സുരേന്ദ്രൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല. K. സുരേന്ദ്രൻ്റെ വലങ്കയായ ജില്ലാ പ്രസിഡൻറ്റ്, BJP ജില്ലാ പ്രസിഡൻറ്റ് ഈ നിമിഷം വരെയും ശോഭാ സുരേന്ദ്രൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഉള്ള വോട്ട് BJPക്ക് ഉള്ള വോട്ട് നഷ്ടപ്പെടാതെ അങ്ങ് നോക്കിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ശരത്ത് പറഞ്ഞ കാര്യത്തിൽ യാതൊരു തെറ്റും ആ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ്.